ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു യുവതിയുടെ കഥ. യുവതി നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും കൂടിയാണ്, സാമ്പത്തികമായ ശേഷിയുണ്ട്. യുവതിയാണെന്ന് കാഴ്ചയിൽ തോന്നുമെങ്കിലും 2 മക്കൾ വിവാഹിതയായി പോയ, യുവത്വം നഷ്ടപ്പെടാത്ത, ആരോഗ്യ ദൃഢഗാത്രയായ ഒരു സ്ത്രീ. ഭർത്താവാണെങ്കിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം റിട്ടയർമെൻറ്റ് വക്കിലെത്തി നിൽക്കുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് 2 കണ്ണും കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ഈ ഭാര്യയെ കൊണ്ടുവരികയാണ്. പല ചികിത്സകളും നോക്കിയതിന് ശേഷവും കണ്ണിൻ്റെ ഞരമ്പുകൾക്കോ റെറ്റീനയുടെ പ്രവർത്തനത്തിനോ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളോ എവിടെയെങ്കിലും ഈ സ്ത്രീക്ക് കണ്ണ് കാഴ്ച തടസ്സപ്പെടുത്താവുന്ന ഒരു രോഗമുള്ളതായി കണ്ടെത്തിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് കാഴ്ച ഇല്ലതാനും. ആ അവസ്ഥയിൽ അവർ നിരാശപ്പെട്ട് ഒരു അവസാനത്തെ ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഒരു പരീക്ഷണാർത്ഥം അദ്ദേഹം എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് തൻ്റെ ഭാര്യയെ. ഞാൻ എൻ്റെ ചികിത്സാ മുറിയിൽ പ്രവേശിപ്പിച്ച ശേഷം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് എങ്ങനെയാണ് അയാളെ ആ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്ക് വരുത്തിയത്. കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെ നമ്മൾ കാണാതിരിക്കുന്ന അവസ്ഥ ബോധ മനസ്സിലുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ ആ നോക്കിയ സ്ഥലത്ത് ഒരു പല്ലിയെ കണ്ടു എന്നിരിക്കട്ടെ, ആ പല്ലിയെ നമ്മളങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദീർഘനേരം അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. ആ ആൾക്കാരാരെയും നിങ്ങളെ കൂടെയുള്ള ആൾ ചോദിക്കും, നിങ്ങളെന്താ സാർ എത്ര നേരം ഒരു പല്ലിയെ നോക്കിയിരിക്കാൻ? ആ പല്ലിക്ക് എന്താ അത്ര പ്രത്യേകത? ഒരു 4 കാലുമുള്ള പല്ലിയാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇത്ര സമയം നോക്കുന്നത്. എന്താ പല്ലിയുടെ പ്രത്യേകത ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും, ഞാൻ ആ പല്ലിയെ കണ്ടിട്ടുണ്ടാവും. ഏത് പല്ലിയെന്ന് ചോദിക്കും. നോട്ടം അങ്ങോട്ടായെങ്കിൽ തന്നെ നമ്മളെ കാഴ്ചയിൽ നമ്മൾ ആ പല്ലിയെ കണ്ടിട്ടുണ്ടാവില്ല. പഞ്ചേന്ദ്രിയങ്ങളൊന്നായ കാഴ്ചയെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു. തൽക്കാലത്തേക്ക് നമ്മളെ നോക്കിയെങ്കിലും മനസ്സെവിടെയോ യാത്ര ചെയ്തുകൊണ്ട് പല്ലി എന്ന് പറയുന്ന ഒന്നിനെ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല. കണ്ടിട്ടേ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കാണാത്ത ഭാവത്തിൽ തന്നെ നടന്നു ബ്ലൈൻഡായി കളയും, കണ്ണ് ബ്ലൈൻഡാക്കി കളയും. ഇങ്ങനെ താൽക്കാലികമായി ബ്ലൈൻഡായി പോകുന്ന അവസ്ഥയെപ്പറ്റി നമുക്കൊക്കെ അറിയാം. കാഴ്ച അങ്ങനെ തന്നെ മുന്നിൽ വെച്ച് തന്നെ ഭക്ഷണം ചൂടാറിപ്പോവും, എന്ന് കഴിച്ചോളൂ എന്ന് വീട്ടുകാരെ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേൾക്കാത്ത അവസ്ഥയിൽ നമ്മൾ ഇരുന്ന് കളയും. നമ്മൾ വേറെ ഒന്നില്ലേ നമ്മളെ ശ്രദ്ധ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഇത്ര നേരമായി വിളിക്കുന്നു ഇപ്പോഴും കേട്ടില്ലേ, എത്ര നേരമായി എൻ്റെ മുന്നിൽ വെച്ച് നേരെ പിന്നിൽ വെച്ച് വിളിക്കുന്ന വഴി വന്ന് ഊണ് കഴിച്ച് പോടോ എന്ന് പറഞ്ഞിട്ടും അമ്മ വിളിച്ചിട്ട് നമ്മൾ കേട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കേൾക്കാതെ പോയി? നമ്മുടെ ശ്രദ്ധ മറ്റൊരു സ്ഥലത്ത് കടന്നു പ്രവേശിച്ചു പോയി, അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നമ്മളെ പഞ്ചേന്ദ്രിയ 5 ഇന്ദ്രിയങ്ങളെയും ചിലപ്പോൾ നമ്മൾ കേൾക്കാതെയും കാണാതെയും അനുഭവിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാറില്ലേ? അത് പെർമനൻ്റായിട്ട് ബ്ലോക്കായി പോവുക എന്നുള്ളത് ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ റെയറാണ്. വളരെ റെയറായിട്ടുള്ള സംഭവത്തെ തുടർന്ന് ആ തരത്തിലുള്ള ചില മാനസികമായ ആഘാതം കൊണ്ട് കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അങ്ങനെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ തിരിച്ചെടുക്കാൻ, ആ കുഴിയിൽ നിന്നും ആ കണ്ണിനെ പുറത്തോട്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, ബോധ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവരാൻ ഒരു ഹിപ്നോ തെറാപ്പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാവരും എപ്പോഴും എങ്ങനെ അത് നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളൂ. അങ്ങനെ ഒരു സംഗതിക്ക് ഞാൻ വിധേയമാക്കിയപ്പോൾ ആ സ്ത്രീയെ കുറച്ച് നേരത്തിന് എൻ്റെ മുന്നിൽ കിടത്തുകയും ഉറക്കുകയും ഉണർത്തുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് കണ്ട് ഒരവസ്ഥയിലേക്ക് മാറി വരികയും സന്തോഷത്തോടെ ആർത്ത് വിളിച്ച് ചാടിക്കളിക്കുകയും ചെയ്തു. വൈകുന്നേരമാകുമ്പോൾ ആ സ്ത്രീ എന്നോട് വിളിച്ച് ചോദിച്ചു, അല്ല സാറേ, ഇതുവരെ ഞാൻ കണ്ണും കണ്ടുകൊണ്ടാണ് പോയത്, ഇപ്പോഴും കണ്ണും കണ്ടുകൊണ്ടിരിക്കുന്നു. ഉറങ്ങി നീറ്റാൽ എന്നെ വീണ്ടും കാണാതാകുമോ എന്ന പേടിയോട് കൂടിയാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നതെന്ന്. ഒരു ഭയവുമില്ല, നിങ്ങൾ കടന്നുറങ്ങിക്കോളൂ, രാവിലെയും കണ്ണ് കാണുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ, നമുക്ക് വീണ്ടും അത് കണ്ണ് തുറക്കാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2-3 പ്രാവശ്യം വന്നെങ്കിലും ഇന്നും ആ സ്ത്രീ സുഖമായി കണ്ണ് കണ്ടുകൊണ്ട് ഒരു വെള്ളവും ഒരു മരുന്നും കണ്ണിൽ ഒഴിക്കാതെ തന്നെ കണ്ണ് കണ്ടുകൊണ്ട് ആ സ്ത്രീ ഇപ്പോൾ കാഴ്ചയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കണ്ണ് ഡോക്ടർമാർ വരെ, വാസ്തവത്തിൽ സ്പെഷ്യലിസ്റ്റ് വരെ ഒരു പക്ഷേ എന്നെ അംഗീകരിച്ചോളന്നില്ല, എന്നോട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതാണ് സത്യം എന്നുള്ളത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതിനുള്ളൊരു തെറാപ്പി ഉണ്ട്, സാധാരണ മനസ്സിന് കൊടുക്കുന്ന. നീ അങ്ങ് കണ്ടോ, നീ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ സംഗതിയെ കൺട്രോളൊന്നുമില്ല. കാണത്തക്ക നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൗൺസിലിങ്ങിലൂടെ സാധിക്കും. അത് എല്ലാവർക്കും സാധിച്ചു കൊള്ളുന്നില്ല. അത് കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമായി ഉപയോഗിക്കുന്ന ചില ഞാൻ എൻ്റെ
തെറാപ്പിയെ പറ്റി പറയുന്നത് സജസ്റ്റീവ് സൈക്കോ തെറാപ്പി ഇതാണ്. സജസ്റ്റീവ് സൈക്കോ തെറാപ്പിസ്റ്റ് മാത്രമേ കഴിയുള്ളൂ. ഞാൻ സജഷൻ കൊടുക്കുകയാണ്. ആ സജഷൻ അവരുടെ ബോധമനസ്സ് സ്വീകരിക്കുകയും ഉപബോധമനസ്സ് എത്തിക്കുകയും അതിൽ നിന്ന് അതിനെ ഉണർത്തിക്കൊണ്ടുവന്നിട്ട് അവരെ പൂർണ്ണമായും കാഴ്ചയും 5 ഇന്ദ്രിയങ്ങളും സുഖമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ ആരോഗ്യവതിയായി തിരിച്ചു വരും എന്നുള്ളത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റും കൊടുത്തതിനെ പറ്റി ഞാൻ ഓർക്കുകയാണ്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ വരിക, ഞാൻ അവരെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം രോഗമെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ചികിത്സയും ലഭ്യമാണെന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ.